ലിക്കർ ഇല്ലെങ്കിൽ പിഗ് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഹറാമ, ചെയ്യരുത്. ഞാൻ ഗോൾഡ് ഡെയിലി ചെയ്യുന്നുണ്ട്, ഗോൾഡ് വീക്ക്ലി ചെയ്യുന്നുണ്ട്, പിന്നെ SIPs മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ മന്ത്ലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ സക്സസ് ആകാത്തതിന്റെ മെയിൻ റീസൺ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ഡെയിലി മാർക്കറ്റിൽ വരുമ്പോൾ ഞാൻ 10,000 രൂപീസോളം സ്റ്റോക്സിൽ ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാ, ചെറിയ ഇത് 10 രൂപയുള്ള എന്നാൽ ഇതൊരു 100 വാങ്ങിച്ചേക്കാം, അപ്പോൾ 1000 അല്ലെ ആത്തോളം വെച്ച് ഇവരതങ്ങ് വാങ്ങിച്ചു വെക്കും. പിന്നെ ഇവർക്ക് അത് വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്, അവിടെ റിസ്ക് കൂടുതലാണ്. ആ കമ്പനികൾ എപ്പോൾ വേണേൽ പൊട്ടിപ്പോകാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇല്ല നല്ലൊരു ഫോള് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നേരെ താഴെ പോകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, SIP ഇൻവെസ്റ്റ് ചെയ്യൂ, SIP ആയിട്ട് ചെയ്യുന്നൊക്കെ. എന്താണ് ആക്ച്വലി SIP, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? SIP എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു സിസ്റ്റം ഇപ്പം നമുക്ക് ഓട്ടോ ഡെബിറ്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തില്ലേ? അതുപോലെ തന്നെ നമ്മളൊരു സെർട്ടൈൻ സ്ഥലത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ സ്റ്റോക്ക് ആകാം, ഗോൾഡ് ആകാം, കമ്മ്യൂണിറ്റി, എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്ന ഡേറ്റിൽ പറയുന്ന സമയത്ത് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിക്കോളും. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. നോർമലി എല്ലാ മാസം ഓട്ടോ ഡെബിറ്റ് ആയി പൊക്കോളും. കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പറയുന്ന രീതി. മാസം അതോ കൃത്യമായ ഇടവേള എന്ന് പറയുന്നത് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ ശരിയാണ്. ചിലപ്പോൾ ഡെയിലി നമുക്ക് SIP ഉണ്ട്, വീക്കിലി ആക്കാം, മന്ത്ലി ആക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെയിലി ചെയ്യാം. ഞാൻ ഗോൾഡ് ഡെയിലി ചെയ്യുന്നുണ്ട്, ഗോൾഡ് വീക്ക്ലി ചെയ്യുന്നുണ്ട്, പിന്നെ SIPs മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ മന്ത്ലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. എന്തിനാണ് ശരിക്കും SIP ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം വേറെ കുറെ മാർഗങ്ങളുണ്ടല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ SIP എന്തിനാണ്? നമുക്കിപ്പം സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ശരിയാ, നല്ല റിട്ടേൺസ് കിട്ടും. ഇല്ല ഗോൾഡ് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ശരിയാ, നല്ല റിട്ടേൺസ് കിട്ടും. പലപ്പോഴും പല പ്രശ്നമില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ സക്സസ് ആകാത്തതിന്റെ മെയിൻ റീസൺ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുന്നു, പിന്നെ വേറെ ഇതിലേക്ക് പോകുന്നു, ചാടി പോയിക്കൊണ്ട് ഒരു ലൈക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മയാകാം, ഡിസ്ട്രാക്റ്റഡ് ആകുന്നതായിരിക്കാം, എന്ത് തന്നെ ആകാം. ഈ മാസം നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അടുത്ത മാസം ആകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറി, വേറെ എന്തിനെങ്കിലും നമ്മൾ ഇടുന്നു, ചിലപ്പോൾ ഇത് മറന്നു പോകുന്നുണ്ട്. ഇത് നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാനായിട്ട്, ഒരു ഡിസിപ്ലിൻ വരാനായിട്ടാണ് SIP എന്നുള്ളത്. അല്ലാതെ എല്ലാം സെയിം തന്നെയാണ്. നമ്മളിപ്പോൾ SIP ഗോൾഡിൽ ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് എല്ലാ മാസം 1-ാം തീയതി നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഗുഡ്, ഓക്കെ, നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനെന്നൊരു വ്യക്തി എന്ന് മാർക്കറ്റിൽ കയറുന്നു, ഞാൻ ഒരു ഗോൾഡ് ബീസോ ഇല്ലെങ്കിൽ സിൽവർ ബീസോ ഇല്ലെങ്കിൽ നിഫ്റ്റി ബീസോ ETF എന്നൊക്കെ പറയും. ഈ ഗോൾഡിൻ്റെ തന്നെ ചെറിയ ഒരു യൂണിറ്റ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനത് മിനിമം ഒരെണ്ണമെങ്കിലും വാങ്ങിക്കും. നമ്മൾ ഈ നേർച്ച ഇടുന്ന പോലെ ഞാൻ പറയും, നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും പറയും, അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് വീണോട്ടെ. ചെറിയ ഒരു ഗോൾഡ് 60 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 60 രൂപയുള്ളത് അതെങ്കിലും ചെയ്തുകൂടെ നമുക്ക്? അപ്പോൾ അതൊരു ലൈക്ക് എൻ്റെ ഒരു പാറ്റേൺ ആക്കി വെച്ച് ഞാനിപ്പോൾ അത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇത് ചെയ്യാം. ഞാൻ പറയും നേർച്ച ഇടാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്തേക്കും. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിവിഡൻഡ് സ്റ്റോക്സ്. നമുക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റോക്കിൽ. ഡിവിഡൻഡ് എന്ന രീതിയിലാകാം, ഗ്രോത്ത് റേഷ്യോസ് ആകാം, ഇല്ലെ കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ ബേസിൽ പലരും ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് കിട്ടുന്ന രീതിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു ബാസ്ക്കറ്റ് ചെയ്തേക്കുവാണ്. ഡെയിലി മാർക്കറ്റിൽ വരുമ്പോൾ ഞാൻ 10,000 രൂപീസോളം സ്റ്റോക്സിൽ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. എന്ന് ഞാൻ മാർക്കറ്റിൽ വരുന്നുണ്ട് അന്ന് ഞാൻ 10,000 രൂപീസ് ഈ പറഞ്ഞ സ്റ്റോക്സുകളിൽ ഞാൻ കൊണ്ടിടുന്നുണ്ട്. ഡിവിഡൻഡ് ബേസ് ഞാൻ പുതിയതായിട്ട് എന്നെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന, ഞാൻ തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ആക്ച്വലി അതൊരു SIP ആയിട്ട് തന്നെ പറയാൻ പറ്റും നമുക്കത്. ആരും ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു SIP പോയിട്ട് ഇങ്ങനെയൊക്കെ കണ്ട ഡിവിഡൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മേടിക്കാം. എന്നെ പോലെ ഒരു വ്യക്തി വരികയാണ്, എനിക്ക് ഈ SIP എങ്ങനെ ചെയ്യണം എന്നറിയില്ല, എന്താണെന്നറിയില്ല, ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലും എന്ന് കരുതുക. അപ്പോൾ അത്തരം ഒരു വ്യക്തി എവിടെ പോയിട്ടാണ് SIP എടുക്കുക? നമുക്കൊരു പലർക്ക് സാധനമല്ലല്ലോ, എവിടെയെങ്കിലും മേടിക്കണമല്ലോ, ഇത് എവിടെ പോയി മേടിക്കാൻ പറ്റും? നമുക്ക് പല രീതിയിലും പല ആപ്സ് ഉണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും, ബാങ്ക് ത്രൂ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യം ഫോൺ പേ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇതിലും വഴി നമുക്ക് SIP ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഗോൾഡിലാകാം ഇല്ലെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിലാകും, എവിടെ വേണമെങ്കിലും നമുക്ക് SIP ഫോൺ പേ വഴി ചെയ്യാൻ പറ്റും, ഗൂഗിൾ പേ വഴി. ഇതാണ് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന 2 ആപ്സുകൾ. അപ്പോൾ വേറെ കൺസേർട്ടോടെ വരും, എവിടെ കൊണ്ട് ചെയ്യും? ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യണോ ഇല്ല ഗോൾഡിൽ ചെയ്യണോ, എന്ത് ചെയ്യണം എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ടാണ് ഇല്ല സ്റ്റോക്കിലോട്ടാണ് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, SIP എന്ന രീതിയിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 2 മെത്തേഡ്സ്. ഒന്ന്, നമുക്ക് സ്വയമേ നമ്മൾ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ഞാൻ തന്നെ എനിക്കെല്ലാം അറിയാം എന്ന രീതിയിൽ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, നമുക്ക് കുറേ ഹെൽപ്സ് ചോദിക്കാം. കുറെ അധികം ആൾക്കാരുണ്ട്, ഇതുപോലെ റിസർച്ച് അനലിസ്റ്റുകളുണ്ട്, അവരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും ഇന്ന സ്റ്റോക്കിൽ കൊണ്ടിടില്ല, ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിട്. നമ്മൾ അവരോട് പറയണം നമ്മുടെ പർപ്പസ് ഇതാണ്, ഒരു 3 വർഷം കഴിയുമ്പോൾ എനിക്ക് ഈ പൈസയുടെ ആവശ്യമുണ്ട്, ഞാൻ ഇത്രയുമാണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ അവിടെ ഇത്രയും റിസ്ക് ഉണ്ടായിരിക്കും, നിങ്ങളത് ഹാൻഡിൽ ചെയ്തോണം, നിങ്ങളത് ഏറ്റെടുത്തിട്ട് വേണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതല്ല, നമുക്ക് ഇത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ലോ റിസ്ക് സ്റ്റോക്ക് പറയും, ഇല്ല ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ട്സ് പറയും.
അങ്ങനെ നമുക്ക് ഓരോന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഫണ്ടമെന്റലി ഇങ്ങനെയൊന്നും അറിയത്തില്ല, പറഞ്ഞ പോലെ വലിയ വലിയ റേഷ്യോസോ കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറ്റും. ലാസ്റ്റ് ഒരു 3 വർഷം ഇല്ല 5 വർഷം ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുക. ലാസ്റ്റ് 3 വർഷമായിട്ട് നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക. എന്നിട്ട് കൊണ്ടുവരാൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കൊള്ളാവുന്നവനാണോ മോശക്കാരനാണോ. അതെ, മോശക്കാരനെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ഉള്ള ബാസ്ക്കറ്റിൽ കൊണ്ടിടുക. പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാ, ചെറിയ ഇത് 10 രൂപയുള്ള എന്നാൽ ഇതൊരു 100 വാങ്ങിച്ചേക്കാം, അപ്പൊ 1000 അല്ലെ ആത്തോളം വെച്ച് ഇവരതങ്ങ് വാങ്ങിച്ചു വെക്കും. പിന്നെ ഇവർക്ക് അത് വിൽക്കാൻ പറ്റത്തില്ല. പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും Nifty 50 എന്ന് പറയും. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ NSE എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്. അറിയാമല്ലോ. ഇത് അത്യാവശ്യം എല്ലാവർക്കും ഒരു ബേസ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. NSE BSE എന്നൊക്കെ പറയും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഇതിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനികളുണ്ട്. ഈ 50 കമ്പനികളിൽ പോയി ട്രേഡ് ചെയ്യാൻ പറയും. ഈ 50 കമ്പനികൾ പോയി SIP ചെയ്യും. ഈ 50 കമ്പനിയിൽ പോയി നമുക്ക് ഈ 50 കമ്പനികളുള്ള മ്യൂച്വൽ ഫണ്ട്സിലെ ETF കൊണ്ട് ചെയ്യാവുന്നതാണ്. അതൊരു സെക്യൂർ പരിപാടിയാണ്. കമ്പയർഡ് ടു അതേഴ്സ് ഇവിടെ റിസ്ക് കുറവാണ്. റിസ്ക് വളരെ കുറവാണ്. അതെ അതെ അതെ. എന്തിനാണ് ഈ SIP ഇടുന്നത്? എനിക്കൊരു ചിട്ടിയോ ഒരു ഫിക്സഡോ ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ടാ പോരെ? ഒരു SIP ഇൻവെസ്റ്റ്മെന്റിന് എന്താ അത്ര കോമ്പൗണ്ടിങ് ആണ്. ഇപ്പൊ നമുക്ക് പറയാം FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു 5%, 6% നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം SIP നമ്മൾ ഗോൾഡിൽ തന്നെ ഒരു ലാസ്റ്റ് 5 വർഷമായിട്ട് നമ്മൾ ഡെയിലി ഗോൾഡിൽ ഒരു 100 രൂപ ഒരു 500 രൂപ ഇടുന്നുണ്ടായിരുന്നെങ്കിൽ എന്തോരം ചേഞ്ച് ചെയ്യാനല്ലേ, ഹ്യൂജ് റാലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫിക്സ്ഡ് ഇടുവാണെങ്കിലോ, ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ആക്സിസ് ബാങ്ക് ലാസ്റ്റ് 5 വർഷം കൊണ്ട് നമ്മൾ ആക്സിസ് ബാങ്കിൽ FD ഇട്ടെന്ന് വെച്ചോ, നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 30% റിട്ടേൺ കിട്ടും. പക്ഷെ അതേസമയം ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 100%-ലധികമാണ് റിട്ടേൺ തന്നെ ലാസ്റ്റ് 5 വർഷം കൊണ്ട്. അപ്പൊ നമ്മൾ അതിൽ SIP ചെയ്തിരുന്നെങ്കിലോ ഒന്നുകൂടെ റിട്ടേൺ കിട്ടിയേനെ. സോ കോമ്പൗണ്ടിങ് തന്നെയാണ്. കോമ്പൗണ്ടിങ്ങും ബെറ്റർ റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ SIP. പിന്നെ ചിട്ടിയൊക്കെ നമുക്കറിയാം. ചിട്ടിയിലൊക്കെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന പൈസ തന്നെ നമുക്കൊരു ലംസമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ചിട്ടി ഇടുന്നതൊക്കെ ഓപ്ഷനാണ്. റിട്ടേൺസ് ഒന്നും ഇല്ലല്ലോ, ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അവിടെ. ഈ റിട്ടേൺസ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഈ ഇൻട്രസ്റ്റിന്റെ കാര്യം പറയുമ്പോഴാണ് പലപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ ഇൻട്രസ്റ്റ് മേടിക്കാൻ പാടില്ല. ശരിക്കും നിയമപ്രകാരം ഇൻട്രസ്റ്റ് മേടിക്കാൻ. ഈ SIP എന്ന് പറയുന്നത് അത്തരത്തിൽ ചെയ്യാവുന്ന ഒന്നാണോ? കാരണം ഒരാൾ ഇട്ടു, അതിന്റെ ഇൻട്രസ്റ്റ് ആണോ കിട്ടുന്നത്? അപ്പൊ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മേടിക്കാൻ പാടില്ല. പല മതവിഭാഗങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിയമപ്രകാരമാണോ? ശരിയാണോ? ചെയ്യാൻ പറ്റും. ചില ഇതുണ്ട്, SIPs ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഈ ശരിയാക്കുന്ന രീതിയിൽ തന്നെ ഉള്ള സ്റ്റോക്സിലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. ചില മ്യൂച്വൽ ഫണ്ട്സിലെ സ്റ്റോക്സ് ഹലാല, ചിലത് ഹറാമ, ചെയ്യാൻ പറ്റത്തില്ല. ചിലത് നമുക്ക് ചെയ്യാൻ പറ്റും. തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അതെ, തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ലെറ്റ്സ് സേ ചില കമ്പനികളൊക്കെ ഉണ്ട്, ആ കമ്പനികൾ ഇപ്പം ലിക്കർ ഇല്ലെങ്കിൽ പിഗ് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഹറാമ, ചെയ്യാൻ പാടില്ല. അങ്ങനെ അല്ലാത്ത ഒരു സെർട്ടൻ കാറ്റഗറി ഓഫ് സ്റ്റോക്സ് തന്നെയുണ്ട്. അവിടെ തന്നെ അതിന്റെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അവിടെ തന്നെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഗോൾഡ് നമുക്ക് ചെയ്യാമല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഇവൻ പലർക്കും അറിയത്തില്ല. ഈവൻ 1 രൂപ കൊണ്ട് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഫോൺ പേ മതി. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഫോൺ പേ, ഗൂഗിൾ പേ, Paytm, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 3 എന്തായാലും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ജാറാപ്പ്. പ്രൊമോഷൻ ഒന്നും അല്ല, ജാറാപ്പ്. ഞാൻ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചോ പറഞ്ഞു ജാറാപ്പ് എന്നൊരു സംഭവം. ഇറ്റ്സ് ഗുഡ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്ക് കുഴപ്പമില്ല. സോ ഇനി എന്തെങ്കിലും ചെയ്ത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് പറയാനും പറ്റില്ല. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ ഞാൻ ജാറാപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോൺ പേ വഴി ഞാൻ ചെയ്യുന്നുണ്ട്, SIPയും ചെയ്യുന്നുണ്ട്, ഗോൾഡിലും ചെയ്യുന്നുണ്ട്, ഡിജിറ്റലിലും ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് മലയാളികൾക്ക് പേടി ഉണ്ടാകുന്നത് യൂലിപ്പ് പോളിസികൾ വന്ന കാലഘട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ലൂട്ടിങ് അതിലൂടെ 10,000 കോടിക്ക് മുകളിൽ ഉണ്ടാകുന്നത് വലിയൊരു ഇഷ്യൂ ആകുന്നത്. ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പരസ്യം വരുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിയമവിധേയമാക്കണമെന്നും ആ മനുഷ്യർക്ക് ആർക്കും മനസ്സിലാവില്ലാത്ത 100,000 രേഖകൾ ഒപ്പിടിച്ചിട്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് ശരിക്കും ആളെ പറ്റിക്കും എന്നൊരു പേടിയുണ്ട്. അപ്പൊ ഇത് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇതിന്റെ ഒരു ഗുഡ് സൈഡ് അരുൺ പറഞ്ഞു, ഇതിന്റെ മോശം സൈഡ് എന്താ? നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് തന്നെ അത് ഏതൊക്കെ കമ്പനികൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പൊ സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്, അവിടെ റിസ്ക് കൂടുതലാണ്. ആ കമ്പനികൾ എപ്പോൾ വേണേൽ പൊട്ടിപ്പോകാൻ, ഇല്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇല്ല നല്ലൊരു ഫോള് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നേരെ താഴെ പോകും. സോ അങ്ങനെയുള്ളതിൽ നമ്മൾ നോക്കിയിടാതിരിക്കുക. എല്ലാവരും വിചാരിക്കുന്നത് ഇത് താന്നു കിടക്കും, എന്നാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വില കുറച്ച് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഒരു യൂണിറ്റിന് 300 രൂപയുള്ളൂ, ഞാൻ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം, അതൊരു ഹ്യൂജ് റാലി കിട്ടും എന്നുള്ളത്. സൂക്ഷിക്കണം.
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലരും പെട്ടെന്ന് വല്ലാത്ത എക്സ്പെക്ടേഷനാണ്, പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാം, പെട്ടെന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്ന ചിന്തയാണ്. അത് മാറ്റിയിട്ട് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യണം. എങ്ങനെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം? വലിയ റിസ്ക് ഇല്ലാത്ത സ്റ്റോക്കുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം റിസ്ക് കുറയുമ്പോൾ നമ്മുടെ റിട്ടേൺസ് കുറയും. അതെ, അത്രയാണ് സംഭവം വരുന്നത്. പലരും വിചാരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് കൂടുതൽ റിസ്ക് എടുക്കാം, കുഴപ്പമില്ല, കുറച്ച് ഇതല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ആദ്യം ഒരു 100 ഇടും. അത് ഇച്ചിരി പ്രോഫിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, എന്നാൽ ഒരു 1000 കൂടെ കൊണ്ടിടും. അത് ഇച്ചിരി കൂടെ അത് ചിലപ്പോൾ അത് ഇച്ചിരി ഇൻ കേസ് ചിലപ്പോൾ ലോസ് ആകാറുണ്ട്, ശരിയാ പറഞ്ഞത്. ചിലപ്പോൾ അത് ഇച്ചിരി കൂടെ പ്രോഫിറ്റ് വന്നെന്ന് വെച്ചാൽ ഇവർ കടം വാങ്ങിക്കാൻ തുടങ്ങും. ഒരു 10,000, 1 ലക്ഷം, 2 ലക്ഷം കൂടെ കൊണ്ട് ഡംപ് ചെയ്യും. അതോടെ തീരും, കഥ കഴിഞ്ഞു. അങ്ങനെയാണ് പലപ്പോഴും പ്രശ്നമുള്ളത്. സോ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഇടണം. സ്വന്തമായിട്ട് ഇടാനായിട്ട് മാക്സിമം മാറി നിൽക്കുക. അറിയാവുന്ന ആൾ, റിസർച്ച് അനലിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അവരോട് ചോദിച്ചിട്ട് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷം 5 വർഷത്തെ ഇവരുടെ റിട്ടേൺസ് ഒക്കെ നോക്കുക, എന്നിട്ട് എങ്കിലും ഇടുക. ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ശ്രദ്ധിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പോയി മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് പണി വാങ്ങരുത്, ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് പ്രാധാന്യമുള്ള കാര്യം.